കാക്കനാട് പ്രവർത്തിക്കുന്ന IT സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ മരിച്ച നിലയിൽ. കോട്ടയം സ്വദേശി ജേക്കബ് തോമസ് ആണ് മരിച്ചത്. ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച നിലയിൽ ജേക്കബിനെ കണ്ടെത്തുകയായിരുന്നു. ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ല എന്ന് മരിക്കുന്നതിന് മുൻപ് ജേക്കബ് അമ്മയ്ക്ക് വീഡിയോ സന്ദേശം അയച്ചിരുന്നു. കോട്ടയത്ത് നിന്നും ഗോകുൽ രമേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ഒരു യുവാവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു മരണം, അതിനുള്ള കാരണം, അമ്മയ്ക്ക് എന്ത് സന്ദേശമാണ് യുവാവ് അയച്ചത്? പുലർച്ചെ 5:30 മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് കോട്ടയം കഞ്ഞിക്കിഴിയിലുള്ള ഫ്ളാറ്റിന്റെ 8ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് ചാടി യുവാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കോട്ടയം കഞ്ഞിക്കിഴി സ്വദേശിയായിട്ടുള്ള ജേക്കബ് തോമസ് എന്ന 23-കാരനാണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ജോലി സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു ഈ ആത്മഹത്യ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ യുവാവിന്റെ ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ അതായിരിക്കാം കാരണം എന്നുള്ളൊരു പ്രതികരണമാണ് നിലവിൽ അവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുകയുണ്ടായത്. പ്രത്യേകിച്ച് മരിക്കുന്നതിന് ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് അമ്മയെ വിളിച്ചുകൊണ്ട് ജോസഫ് ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ജോലി സമ്മർദ്ദം തനിക്ക് താങ്ങാനാകുന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ജോസഫിന്റെ ഭാഗത്തു നിന്നും. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അമ്മയ്ക്ക് അയച്ച ആ ഫോൺ സന്ദേശം അല്ലെങ്കിൽ അമ്മയോട് നടത്തിയ സംഭാഷണത്തിൽ ജോസഫ് പറഞ്ഞിരുന്നത് ഏകദേശം 4 മാസത്തോളം മാത്രമേ ആയിട്ടുള്ളൂ പുതിയ ജോലിയിൽ ജോസഫ് പ്രവേശിച്ചിട്ട്. പഠനത്തിന് ശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് എറണാകുളം കാക്കനാട് പ്രവർത്തിക്കുന്ന ലിൻവേസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായത്. 4 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കടുത്ത ജോലി സമ്മർദ്ദം അലട്ടിയിരുന്നു. പ്രത്യേകിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തന്നെ അലട്ടിയിരുന്നു. പുലർച്ചെ മുതൽ അതിരാത്രി വരെയൊക്കെ തന്നെ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നതായിട്ട് ജോസഫ് പലപ്പോഴായിട്ട് മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു എന്നുള്ളത് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ആ സംഭവങ്ങളൊക്കെ തന്നെ ആവാം ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. കഞ്ഞിക്കുഴിയിലെ ഫ്ളാറ്റിന്റെ 8ാമത്തെ നിലയിൽ നിന്നാണ് താഴേക്ക് ചാടി മരിക്കുകയുണ്ടായത്. നിലവിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ജേക്കബിന്റെ മൃതദേഹം കോട്ടയത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ഗോകുൽ, കാക്കനാട് പ്രവർത്തിക്കുന്ന IT സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് മരിച്ച നിലയിലുള്ളത്. കോട്ടയം സ്വദേശി ജേക്കബ് തോമസ് ആണ് മരിച്ചത്.